ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന രാഹുലിനെ വിക്രത്തിനെയാണ്. രാഹുൽ പറയുന്നുണ്ട്, പുറത്തു പോയവന് ഇതുവരെ അകത്തേക്ക് വരാനായില്ലേടാ. മനോഹറിന്റെ കാര്യമാണോ അങ്കിൾ ഉദ്ദേശിച്ചത്? അവൻ അകത്ത് വരുമ്പോ അങ്കിളിന് ടെൻഷൻ ഉണ്ടല്ലേ? എനിക്കെന്തിനാ ടെൻഷൻ? അല്ല, മുമ്പത്തെ പോലെ അവനിപ്പോ അടി കൊണ്ടോണ്ട് നിക്കുന്നില്ലല്ലോ, തിരിച്ച് അവൻ അടിക്കുന്നുണ്ടല്ലോ. അതിന് എനിക്കൊരു ടെൻഷനും ഇല്ലടാ. അവനെയൊക്കെ പെട്ടെന്ന് തീർക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പുറത്തെന്റെ മോളുണ്ട്, അവനെ ഏതൊക്കെ തരത്തിൽ ശല്യം ചെയ്യുമെന്ന് ഓർത്തിട്ടാ ഞാനിരിക്കണത്. കേരളത്തിൽ അങ്ങാടും ഇങ്ങാടും, കേരളത്തിന് പുറത്തും അവൻ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളൊന്നും അവനെ കാണാനോ സംസാരിക്കാൻ, ആ കുഞ്ഞുങ്ങളൊന്നും ഇഷ്ടപ്പെടാൻ അവനെ വയ്യ. പക്ഷെ എന്റെ കൺമണി മോളെ മാത്രം അവനെ വേണം. അതൊക്കെ അവന്റെ ഒരു അടവല്ലേടാ. തീർച്ചയായിട്ടും അത് അടവ് തന്നെയാണ് എന്ന് പറയാണ്. അവനങ്ങോട്ട് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് അത്രേ ഉള്ളൂ. ഗംഗപ്രസാദ് എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്ന് അവനങ്ങോട്ട് തീർക്കായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രം പറയണ്ട്, ഗംഗേട്ടന് വരാതിരിക്കണ തന്നെയാണ് അങ്കിള് നല്ലത്. അവിടെ കല്യാണം മുടങ്ങിയിരിക്കെ വിഷമിക്കണ ഒരു അമ്മയും മോളുണ്ടല്ലോ, അവര് സുഖമായിട്ട് ഗംഗേട്ടനെ ഇപ്പൊ ഇല്ലാതാക്കാൻ സാധിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ദിലീപ് എന്ന് പറഞ്ഞ അവൻ കാർത്തിക എന്ന് പറഞ്ഞവളെ വിവാഹം കഴിക്കുമെന്ന് മലമറിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു. ഇപ്പൊ അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലേ? ഇപ്പൊ അമ്മയും മോളും ആകാശത്ത് നോക്കിയിരുന്ന് പൊട്ടിക്കരയായിരിക്കും. അവരുടെ ഇടയിലേക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഗംഗേട്ടന് എത്താൻ സാധിക്കും. എന്നിട്ട് ഗംഗേട്ടൻ അവരങ്ങോട്ട് തീർക്കാൻ പറ്റും. അതിന്റെ സന്തോഷത്തിലാ ഞാൻ. അതുകൊണ്ട് ഗംഗേട്ടൻ പുറത്തന്നെ നിൽക്കുന്നതാ നല്ലത് എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ദിലീപിനെയാണ്. ദിലീപ് രാത്രി കാർത്തികനെ വിളിച്ചിരിക്കാട്ടോ. ഹലോ കാർത്തു, ദിലീപേട്ട പറ. അതെ, അച്ഛന്റെ ചടങ്ങെല്ലാം തന്നെ നാളെ തീരും. മറ്റന്നാള് നമ്മുടെ വിവാഹമാണ് ദിലീപേട്ട എന്ന് പറയുമ്പോഴേക്കും ഇനി നമ്മൾ ഒന്നും നോക്കണ്ട കാർത്തു. മറ്റന്നാൾ നമ്മുടെ വിവാഹം എന്തായാലും നടന്നിരിക്കണം. ദേ, എന്റെ അടുത്ത് അമ്മയുണ്ട്, ഞാൻ കൊടുക്കാം. അയ്യോ ദിലീപേട്ട അത് വേണ്ട. അല്ല, ഞാൻ കൊടുക്കാം, അമ്മക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ദിലീപ് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാണ്. ഹലോ മോളെ കാർത്തു. അമ്മേ, ഞാൻ ദിലീപേട്ടനോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ ഈ വിവാഹം വേണ്ടാന്ന്. ദിലീപേട്ടന്റെ നിർബന്ധം കാരണം അമ്മേ. അയ്യോ മോളെന്തിനാ അങ്ങനെ പേടിക്കണത്? ആദ്യമൊക്കെ എനിക്കും വിവാഹത്തിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ആഗ്രഹമല്ലേ. അപ്പൊ ദിലീപേട്ടന്റെ ആഗ്രഹമായത് കൊണ്ടിട്ടാണല്ലേ അമ്മ നടത്താൻ വേണ്ടി സമ്മതിച്ചത്. അയ്യോ അതുകൊണ്ട് മാത്രല്ല മോളെ, ആദ്യം അങ്ങനെയാണ് കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നിലപാട് തന്നെയാണ് നല്ലതെന്ന്. അവൻ അങ്ങനെ വെറുതെ ജീവിക്കാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ജയിക്കാൻ പാടില്ല, അവൻ മരിക്കേണ്ടവൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സമ്മതം മോളെ ഈ വിവാഹത്തിന്. എനിക്കിത് വിശ്വസിക്കാവോ? അമ്മ തന്നെയാണ് ഈ പറയണത്. അതെ, ഞാൻ തന്നെയാ പറയണത്. എനിക്ക് സന്തോഷമായമ്മേ. ശരി, ഞാൻ ദിലീപിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഇന്ന മോനെ എന്ന് വേണ്ടി ദിലീപിന്റെ ഫോൺ കൊടുക്കാണ്. കേട്ടല്ലോ, ഇനി തന്നെ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട, അമ്മ നമ്മുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ മറ്റന്നാള് നമ്മുടെ വിവാഹം ശരിയെന്ന എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫോൺ വെക്കാണ്. കാർത്തികക്ക് ഭയങ്കര സന്തോഷമാണ്. ലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. ആരാ മോളെ വിളിച്ചത്? ദിലീപേട്ടനാ. ദിലീപേട്ടന്റെ അമ്മയെ സംസാരിച്ചു. അമ്മക്ക് ഇപ്പൊ ഈ വിവാഹം നടന്നാ മതിയെന്ന അമ്മ ഒരുപാട് സന്തോഷത്തിൽ എന്നോട് സംസാരിച്ചത്. എന്തൊക്കെ വന്നാലും ഈ വിവാഹം നടക്കണോന്നൊക്കെയാ അമ്മ എന്നോട് പറഞ്ഞത്. ഹാവോ, എന്റെ മോൾക്ക് സമാധാനമായല്ലോ അല്ലെ? സമാധാനമായമ്മേ, സന്തോഷമായി. ദിലീപേട്ടൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും നമ്മള് കുറച്ച് വളഞ്ഞ വഴിയാ മോളെ എടുക്കുന്നത്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ആ ഗംഗപ്രസാദന് മാത്രമല്ല വളഞ്ഞ വഴിയുടെ അറിയാവുന്നത്, നമുക്കും അറിയാവുന്ന അവൻ മനസ്സിലാക്കട്ടെ എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കല്യാണിനെയും അതുപോലെ തന്നെ കിരണിനെയാണ്. കിരൺ കല്യാണത്ത് പറയണ്ട്, എന്ത് പറയാനാ, ഞാൻ അമ്മയടുത്ത് അച്ഛനടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവള് കേട്ടു. അപ്പൊ തന്നെ അവള് ആ ഡ്രസ്സ് നിലത്തേക്കിട്ട് കത്തിക്കായിരുന്നു. എന്നാലും ആ പുതിയ ഡ്രസ്സ് കത്തിച്ച് കളയണ്ടായിരുന്നു. എന്ത് പറയാനാ, ആ ഡ്രസ്സ് ഇട്ട് 2-3 ഫോട്ടോ എടുത്തിട്ട് അവൻ അയച്ചു കൊടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. എന്തായാലും ഡ്രസ്സ് കത്തിച്ച കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സരു അത് കണ്ടുപിടിച്ച കാര്യം അവനോട് പറയണം. അപ്പോഴേക്കും കല്യാണി പറയണ്ട, എന്നാലും സരുവിന് എന്താ കിരണേട്ട ഇത് കാണിച്ച? മനോഹർ ഇത്രത്തോളം മാറി, ഇനി അവൾക്ക് മാറി ചിന്തിച്ചാൽ എന്താ? അവള് മുമ്പ് ഒരുപാട് കൊല്ലാനും ഇതൊക്കെ നടന്നല്ലേ. മനോഹർ ഇതുപോലെ തന്നെ എന്തോ ഒരു ചീത്തക്കാരെയൊക്കെ ചെയ്ത് നടന്നാണ്. പക്ഷെ എന്തായാലും എല്ലാ ചീത്ത മനുഷ്യർക്കും നല്ല കാലം വരുമ്പോ അവർ പൂർണ്ണമായിട്ട് മാറുമ്പോ അവർ അംഗീകരിക്കല്ലേ വേണ്ടത്. കല്യാണി, ഇനിയിപ്പൊ അവന്റെ കാര്യം നമുക്ക് അവനോട് പറയണ്ട. നിന്നെ പോലെ തന്നെ മനോഹറിനോട് എനിക്കും സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതായിട്ട് അവളോട് പോയി കഴിഞ്ഞാൽ അവളുടെ മാനസിക നില ആകെ തെറ്റും. ഇനി അവൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. അപ്പൊ കല്യാണി അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കല്യാണി ഇങ്ങനെ നിൽക്കുവാട്ടോ. അതിനുശേഷം കാണിക്കണത് ഗംഗപ്രസാദിനെ ആട്ടോ. ഗംഗ കൂട്ടുകാരത്ത് പറയുന്നുണ്ട്, എടാ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ആ കാർത്തികയുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് അന്വേഷിക്കണം. നേരത്തെ വിവാഹത്തിനോടനുബന്ധിച്ച് ആ കാട്ടിലെ വേലും അവന്റെ മുറപ്പെണ്ണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ
കല്യാണം മുടങ്ങിയത് കൊണ്ട് തന്നെ അവരവിടുന്ന് പോയി കാണാൻ ചാൻസ് ഉണ്ട്. അവര് മാത്രല്ല എല്ലാവരും അവിടുന്ന് പോയി കാണുമായിരിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുള്ളെന്ന് ഒന്ന് അന്വേഷിക്കണം. എടാ അത് ഞങ്ങൾക്ക് നമ്മൾ അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, തമ്പടിച്ചിട്ടുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മതി. അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തായാലും അവിടെ മിക്കവാറും ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവാനാണ് ചാൻസ് എന്ന് പറയുമ്പോഴേക്കും ഗംഗ പറയുന്നുണ്ട്, അതെ അതെ, അവര് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ എളുപ്പമാവും. ആ ലക്ഷ്മിനെയും കാർത്തികിനെയും ഇല്ലാതാക്കിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നിങ്ങനെ ഗംഗപ്രസാദ് പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ശേഷം ദേഷ്യം കൊണ്ട് ഫോൺ എടുത്തിട്ട് വേഗം വിളിക്കണ കല്യാണിനെ കേട്ടോ. കല്യാണി ഫോൺ എടുക്കണ്ട്. ഹലോ സരയു. കല്യാണി നിനക്ക് എന്തിന്റെ കേടാ എന്ന് ചോദിക്കാണ്. എന്താ സരയു? അവൻ ICU കിടക്കുന്ന സമയത്ത് നീ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയല്ലേ അവന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നീ പോയത്. അവനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഓർമ്മ വെക്കാത്ത എന്റെ കുഞ്ഞ് ഓർമ്മ വരുന്ന സമയത്ത് അവന്റെ മുഖം എന്റെ കുഞ്ഞിന്റെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളൊക്കെ നോക്കണത്. സരയു നീ എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. മനോഹറിന് കുഞ്ഞിനെ കാണണമെന്നൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. കല്യാണി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മമ്മയൊക്കെ നിന്നോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. നിന്നെ കൊന്നു കളയാൻ വേണ്ടി വരെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് അവരുടെയൊക്കെ സ്വഭാവം മാറിയപ്പോ നീ അവരെ ചേർത്ത് പിടിച്ചു. പക്ഷെ നിന്റെ അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. എന്നോട് ശത്രുത കാണിച്ചവർക്കൊക്കെ എനിക്ക് അങ്ങോട്ട് ശത്രുത തന്നെയാണ്. അതൊരിക്കലും മാറാനും പോണില്ല. കല്യാണി പറയുന്നുണ്ട്, ശരിയാ നീ പറഞ്ഞത്. എന്റെ അച്ഛനൊക്കെ എന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അച്ഛന്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ചേർത്ത് വെക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ ശത്രുത എത്രയോ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവര് പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കണതിൽ തെറ്റില്ല സരയു എന്ന് കല്യാണി പറയാണ്. അപ്പോ സരയു പറഞ്ഞത്, എനിക്ക് അവരെ കുറിച്ച് ഒന്നും പറഞ്ഞത് കേൾക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവനോട് സിമ്പതി കാണിക്കണം. നിന്നോടും കിരണിനോടൊക്കെ എനിക്കിപ്പോ ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് സരയു. അത് മാത്രല്ല, അവനോട് ആരൊക്കെ അനുകമ്പ കാണിക്കേണ്ട, സ്നേഹം കാണിച്ചാലും അവരോടൊക്കെ എനിക്ക് ശത്രുത മാത്രമേ ഉള്ളൂ. എന്റെ കുഞ്ഞ് ഒരിക്കലും അവനെ കാണാൻ പാടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി. ദേ അവൻ കാരണം മെന്റൽ ഹോസ്പിറ്റലിൽ വരെ പോയ പെണ്ണാൻ അറിയാലോ അല്ലേ എന്നൊക്കെ പറയിട്ടിട്ട് സരയു ഫോൺ വെക്കാട്ടോ. അതിനുശേഷം കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരാ കല്യാണി വിളിച്ചത്? സരയുവാ. എന്നെ ഒരുപാട് ഫയർ ചെയ്തു, ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവളാകെ പൊട്ടിത്തെറിച്ചിരിക്കുക. ഇനി വേണ്ട കല്യാണി, അവളോട് ഇനി മനോഹറിന്റെ കാര്യം ഒന്നും പറയണ്ട. പക്ഷെ മനോഹർ ഒരുപാട് വിഷമിക്കുന്നില്ലേ കിരണേട്ടാ? അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമില്ലേ? കല്യാണി അവൻ വിഷമിക്കുന്നുണ്ട് ശരിയാണ്. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ചോക്ക്, അവൻ കാരണം എത്രയോ പെണ്ണുങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ വിഷമിച്ചിട്ട് എഴുതിന്നിട്ടുണ്ട് ഇല്ലേ? അവൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് അവനെ വേണ്ടി കാത്തിരുന്ന് എന്തോരം ഭാര്യമാരും എന്തോരം കുട്ടികളും സ്വന്തം അച്ഛന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന് എന്തോരം പേരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വിഷമവും കണ്ണീരിനെയൊക്കെ ഉള്ളതാണ് അവനിപ്പോ അനുഭവിക്കുന്നത്. അങ്ങനെ കരുതിയാ മതി. അപ്പോ നമുക്കിനിയിപ്പോ കുഞ്ഞിനെ ഇനിയിപ്പോ മനോഹറിനെ കാണിക്കണ്ടല്ലേ? വേണ്ട. അവനിപ്പോ നാളെയോ മറ്റന്നാളെയോ പരോള് കഴിഞ്ഞ് പോകുമല്ലോ. ജയിലിലേക്കൊന്നും അവനെ കുഞ്ഞിനെ കൊണ്ടേ കാണിക്കണ്ട. അത് തെറ്റാ കല്യാണി, ചതിയാ നമ്മൾ കാണിക്കണത്. അത് വേണ്ട കല്യാണി, അത് വിട്ടുകളഞ്ഞേക്ക്. അങ്ങനത്തെ ഒരു പരിപാടി നമുക്കിനി വേണ്ട എന്ന് കിരൺ കല്യാണി എടുത്ത് പറയാണ്. അപ്പൊ കല്യാണി പറയണ്ടേ, ഇനിയിപ്പോ അവള് നമ്മുടെ കമ്പനി ജോലിക്ക് വരുമെന്ന് പോലും എനിക്കറിയില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. അവള് താരാന്റിയുടെ കൂടെ നിൽക്കുന്നത്. വേണ്ട സഹായമൊക്കെ നമുക്ക് താരാന്റിയുടെ വീട്ടിലേക്ക് ചെയ്തു കൊടുക്കാം. അത് മതി. ഇനി മനോഹറും അവളും തമ്മിൽ ഒന്നിക്കണോന്നോ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തണോന്നോ കുഞ്ഞിനെ കാണിക്കണോന്നോ ഒന്നും നമ്മൾ ഇനിയിപ്പോ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ. ബൈ ബൈ.